അസ്സലാമലൈക്കും. എന്താണ് വർത്താനം? എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായി സന്തോഷമായിരിക്കട്ടോ. ഇന്നൊരു അടിപൊളി ദിവസമാണ്, ഭയങ്കര ബിസിയുമാണ് കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് മാവൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇഡ്ഡലിയും അതേപോലെ തന്നെ സ്വാദിഷ്ടമായ ചട്നിയും കേട്ടോ. ഞാൻ ചട്നി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇവിടെ വോൾട്ടേജ് പോവുക വേറെ അങ്ങനെയാട്ടോ. അപ്പോൾ കുറച്ച് നേരം കറണ്ട് ഉണ്ടായപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് രാവിലെ തന്നെ ചട്നി സെറ്റാക്കി വെച്ചു. അതിനുശേഷം ചായ റെഡിയാക്കി പാത്തൂസിന് കൊടുത്തു. അതിനുശേഷം മുറ്റം തൂത്ത് വന്നിട്ടാട്ടോ ഇഡ്ഡലി തട്ടിൽ ഞാൻ മാവൊക്കെ വീത്തേക്കുന്നത്. അപ്പോൾ ആവി കയറ്റുന്നതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചിന് ഇന്ന് എന്തെങ്കിലും വളരെ ഈസി ആയിട്ട് എന്തെങ്കിലും കറി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് ബിസിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇന്ന് ടൗണിലേക്ക് പിള്ളേഴ്സിന് യൂണിഫോം വാങ്ങാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളാണ് ഇന്നത്തെ ലോകം കേട്ടോ. രാവിലത്തെ പ്രഭാത ഭക്ഷണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ പാത്തൂസിന് ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പോകാനായിട്ട് മടി കാട്ടിയിരിപ്പായിരുന്നു. എന്നാലും ഞാൻ ചൂടുവെള്ളം കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം ഇരുത്തി. പിന്നെ കുറച്ച് എന്താ പറയുക, അവൾക്ക് ഇഷ്ടമുള്ള അവിൽ കൊടുത്തു. അങ്ങനെ കുറച്ചങ്ങനെ സോപ്പിട്ട് അങ്ങനെ ഇരുത്തി കേട്ടോ. എന്നിട്ട് മദ്രസയിലേക്ക് ഒരു ദിവസം പോലും ഞാനങ്ങനെ മുടക്കിയിരുത്തില്ല കേട്ടോ. എന്നും മദ്രസയിലേക്ക് വിടും കേട്ടോ. അത്ര വയ്യെങ്കിൽ മാത്രം കേട്ടോ അവളെ പിടിച്ച് വീട്ടിലിരുത്തുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇഡ്ഡലി 1-2 തിന്നു കേട്ടോ. പിന്നെ അവല് കഴിച്ചിട്ട് ചായയൊക്കെ കുടിച്ച് ചൂടുകളൊക്കെ കുടിച്ച് അങ്ങോട്ട് ഉഷാറായി കേട്ടോ. അപ്പോൾ മോൻ കൊണ്ടുവന്ന് ആക്കി കൊടുത്തു. പിന്നെ ഞാൻ കൊണ്ടുവന്നാക്കി കൊടുക്കുന്ന കേട്ടോ. അവൾ വാശി പിടിച്ചിരുന്നിരുന്നത്. പിന്നെ മെല്ലെ സോപ്പിട്ട് അങ്ങനെ സൈക്കിൾ കയറ്റി കൊണ്ടുപോയിട്ടോ. വയ്യാതെ ഇരിക്കുമ്പോൾ എപ്പോഴും ഞാൻ കൂടെ വേണം കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയല്ലേ എല്ലാ അമ്മമാരും. മക്കൾക്ക് വയ്യാണ്ടാകുമ്പോൾ എപ്പോഴും മക്കൾക്ക് നമ്മളേ വേണ്ടുള്ളൂ അല്ലേ. അങ്ങനെ നമ്മളെന്താ രസമൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിന് നമ്മൾ സിമ്പിളായിട്ട് എന്താണ് വയ്ക്കേണ്ടത് ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കേച്ച് ചെയ്യുന്നത് രസമല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ്? രസം എന്നാണോ നമ്മൾ പെട്ടെന്ന് എന്താ റെഡിയാക്കി എടുക്കുക എന്ന് ചിന്തിക്കുമ്പോൾ? നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യട്ടോ കൂട്ടുകാരെ. അങ്ങനെ കായം പൊടിയാട്ടോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ടേ. പിന്നെ നിങ്ങൾ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള കറിയൊക്കെ സെറ്റാക്കി എടുത്തോ. നമ്മൾ വെണ്ടയ്ക്ക തോരന് വെണ്ടയ്ക്ക മരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ തീപ്പൂട്ടി അരിയൊക്കെ അടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ തിരക്കാട്ടോ. അതാണ് ഡീറ്റെയിലായിട്ട് കറി വയ്ക്കുന്നത്. ഞാൻ രസം ഡീറ്റെയിലായിട്ട് നമ്മുടെ ചാനൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഫൈനലി മല്ലിച്ചപ്പും കറിവേപ്പില ഇതായിട്ട് കൊടുത്ത് ഞങ്ങളുടെ രസം സെറ്റായി. അപ്പം നമുക്കിനി തോരൻ വയ്ക്കണം കേട്ടോ. അതിനുള്ള വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള എല്ലാ ഐറ്റംസും സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അത് വേഗം അങ്ങോട്ട് ആക്കി വെച്ചു കേട്ടോ. അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുമ്പോൾ ബാക്കിയുള്ള അരിയാനുള്ളതും അതേപോലെ തന്നെ ഒതുക്കാനുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് ഒതുക്കി പിറക്കി വെച്ചു. അതിനുശേഷം വെണ്ടയ്ക്ക തോരനായിട്ട് വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ വളരെ സ്പീഡ് കൂട്ടണം അല്ലേ. അതുപോലെ തന്നെ വളരെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്പീഡ് എവിടെയും കാണില്ല കേട്ടോ. അതേപോലത്തെ സ്പീഡാണ്. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ചൂടായി വന്നപ്പോൾ സബോള ഒരു പകുതി സബോള എടുത്ത് നല്ല രീതിയിൽ അരിഞ്ഞ് അതിലേക്കിട്ടു. പിന്നെ പച്ചമുളക് 3-4 കീറിട്ട് നല്ല രീതിയിൽ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ വായിന്ന് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി അങ്ങോട്ട് മറിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കുക്കായി വരുന്നവരെ ഇളക്കി മറിച്ച് സെറ്റാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് നാളികേരം ചെറുകിയത് തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി മറിച്ചൊന്ന് മൂടി വെച്ച് തീ ഇന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ വെണ്ടയ്ക്ക തോരനും സെറ്റായി. അപ്പോൾ രസവും സെറ്റായി. അതേപോലെ തന്നെ ചോറ് സെറ്റായിട്ടുണ്ട്. ഉമ്മ വാർത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള പണികളൊക്കെ അങ്ങോട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക തോരനും കേരളയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട രസവും സെറ്റായിട്ടുണ്ട്. സമയം എത്രയെന്ന് അറിയണ്ടേ? ഇപ്പോൾ സമയം 12 മണിയായിട്ടോ. വളരെ തിരക്ക് പിടിച്ചിട്ട് ബാക്കിയുള്ള പണികളും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ ഇത്രയും ടൈം വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എവിടേക്കെങ്കിലും പോകണം എന്ന് ഉദ്ദേശിച്ച് നിന്നാലും നമ്മൾ പണികൾ അങ്ങോട്ട് ഒതുങ്ങിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ രസം സെറ്റായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ തോരനും സെറ്റായി. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനാട്ടോ പോകുന്നത്. നല്ല പെരുമഴയായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അടിപൊളി രസവും
നല്ല പെരും മഴയത്ത് ചൂടുള്ള രസവും വെണ്ടയ്ക്ക തോരനും പപ്പടം കൂട്ടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അതൊരു വൈബ് തന്നെയാട്ടോ. മഴയത്ത് നല്ല പെരുമഴയും അതേപോലെ തന്നെ രസവും അതേപോലെ തന്നെ തുമ്പപ്പൂ പോലുള്ള ചേറ് വെണ്ടയ്ക്കത്ത് അതൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഞാനൊരു ചോളം ചക്ക തിന്നാനൊരു പൂതിൻ്റെ തലേദിവസം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്തുള്ള ചേച്ചി പറഞ്ഞ് ചക്ക എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്ന് തരാമെന്ന് കേട്ടോ. അതാ ഞങ്ങൾ പണികളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴുണ്ട് പിറ്റേ ദിവസം പണികളൊക്കെ തീർന്നിരിക്കുമ്പോൾ ചക്ക കൊടുന്ന് തന്നിട്ടോ. അതിൻ്റെ പിന്നാലെ ഉമ്മയുടെ റിലേറ്റീവ്സും കൊടുന്ന് തന്നിട്ടോ. എൻ്റെ പൊന്നു ഒരു ചക്കച്ചോളയെ ആഗ്രഹിച്ചുള്ളൂ കേട്ടോ. പിന്നെ എവിടെ നിന്നൊക്കെയോ വന്നു. അതിന് ശേഷം നമ്മളിതാ ചക്ക ഒരു പച്ച ചക്ക മുറിച്ച് തോരനും വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് 4 മണിക്ക് സ്നാക്സ് ആയിട്ട് എടുത്തു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ ഇറങ്ങുന്നത്. ഒരു 3 മണി 4 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കൂട്ടുകാർ. എന്നാൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. വിലക്കുറവിനുള്ള ബനിയം നമ്മൾ യൂണിഫോം എടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ടൗണിൽ ഇറങ്ങിയപ്പോൾ നേരെ നോക്കിയപ്പോൾ കോട്ടൺ ബസാറിൽ അട്ടിപ്പൊളി വിലക്കുറവിന് ബനിയനുണ്ട് കേട്ടോ. 99 രൂപയ്ക്ക് ബനിയൻ കേട്ടോ. വളരെ വിലക്കുറവാണ്, വളരെ ലാഭമാണ് കേട്ടോ. ഇത് കൂട്ടിയിട്ട് വിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ കാണിച്ചില്ലേ ആ കുട്ടി ഇട്ട് നിൽക്കുന്നതാണ് കേട്ടോ. മോന് വളരെയധികം ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൽ നിന്നൊരു ബനിയനും വാങ്ങി നേരെ തേൻ വാങ്ങാനായിട്ട് വന്നത്. തേൻ വാങ്ങിച്ച് ഞാൻ കുറച്ച് നേരം വെറുതെ ഒന്ന് ഈ ഷോപ്പ് ഒന്ന് കാണാം കേട്ടോ. അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ എന്ന് കരുതി അങ്ങനെ വീഡിയോസ് അങ്ങനെ പിടിച്ചിങ്ങനെ നടപ്പാണ്. അപ്പോൾ നമ്മളിതാ പിള്ളേഴ്സിന് എന്തെങ്കിലുമൊക്കെ ടോയ്സ് വാങ്ങണോ എന്ന് ടോയ്സ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അലങ്കാരത്തിന് വയ്ക്കുന്ന ഐറ്റംസും അതുപോലെ ഹിന്ദുക്കളുടെ ആരാധനയ്ക്കുള്ളതും അതൊക്കെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അങ്ങനെ ചുറ്റൊടിച്ചൊക്കെ കണ്ടു. അതിനുശേഷം തേൻ വാങ്ങി കേട്ടോ. അപ്പോൾ തേന് ശുദ്ധമായ തേനാണ് കേട്ടോ. എപ്പോഴും ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ തേൻ വാങ്ങാറ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കുറച്ച് വീഡിയോസ് ഇങ്ങനെ നടന്നെടുത്ത് അങ്ങനെ നടക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വീറ്റ് ഗേൾ കോട്ടൺ ബസാർ ഏതെടുത്താലും 99 രൂപ മാത്രം. നിങ്ങളും പോയിക്കോളൂട്ടോ. അടിപൊളി വിലക്കുറവിന് അടിപൊളി ഐറ്റം കേട്ടോ. ബനിയൻ കണ്ടില്ലേ, അടിപൊളി ബനിയനാണ്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ യൂണിഫോമിനുള്ള തുണി എടുക്കാനാണ് ടൗണിലേക്ക് കയറിയത്. പക്ഷേ അടിപൊളി ബനിയനും കിട്ടി. 99 വെറും 99 രൂപയുള്ളൂ കേട്ടോ. നിങ്ങളും പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അങ്ങോട്ട് മോനാണ് കേട്ടോ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഇന്ന് ഉമ്മ നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള സാധനങ്ങൾ സ്ക്വാഷും അതുപോലെ തന്നെ ജ്യൂസും അതൊക്കെ അങ്ങോട്ട് അടിച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ക്വാഷ് സെറ്റാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ നേരെ മാമ്പഴ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ തൊലി കളഞ്ഞ് ജ്യൂസൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോൻ ക്യാമറ ഇന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചത് പർച്ചേസ് ചെയ്തത് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ഉമ്മ ചക്ക നല്ല പഴുത്ത ചക്ക നോക്കിങ്ങായിട്ട് വെട്ടിങ്ങായിട്ട് ചുള പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചക്ക കഴിച്ചു. അതേപോലെ തന്നെ നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാതും മേശപ്പുറത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.